ഹലോ, ടൂസം എന്ന് പറയുന്ന ലീഡ് കോഡിലെ ഈസി ലെവൽ ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഹാഷ് മാപ്പ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൂസം എന്ന് പറയുന്ന പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിൽ അവർ ഇൻപുട്ടായിട്ട് തന്നിരിക്കുന്നത് ഒരു ഇൻപുട്ട് അറേ, അതിൽ കുറച്ച് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ടാർഗറ്റായിട്ട് അവരൊരു നമ്പറും തന്നിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അറേയിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ സം എടുക്കുമ്പോൾ ടാർഗറ്റ് നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഇൻഡെക്സുകൾ ഔട്ട്പുട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യനെ വേറെ രീതിയിലും നമുക്ക് മനസ്സിലാക്കാം. സങ്കല്പിക്കുക, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബോക്സ് മിഠായികളുണ്ട്. ഓരോ മിഠായിക്കും ഓരോ നമ്പേഴ്സ് ഉണ്ട്. ടീച്ചർ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്ന പസിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് മിഠായി നിങ്ങൾക്ക് എടുക്കാം. പസിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ബോക്സിൽ നിന്ന് രണ്ട് മിഠായി എടുക്കണം. ആ മിഠായിലുള്ള നമ്പേഴ്സ് സം ചെയ്യുമ്പോൾ ടാർഗറ്റ് ആയിരിക്കണം 8 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ആ രണ്ട് മിഠായി എടുക്കാം. ഇപ്പോൾ രണ്ട് മിഠായിയുടെ നമ്പേഴ്സ് സം ചെയ്യുമ്പോൾ ടാർഗറ്റ് ആയിരിക്കണം 8 കിട്ടണം. ഇതാണ് കുട്ടിക്ക് കിട്ടിയേക്കണ പസിൽ. കുട്ടി ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ കുട്ടി ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ഉപയോഗിച്ചു. അതായത് ഓരോ മിഠായി എടുത്തു. അപ്പോൾ ആദ്യത്തെ മിഠായി എടുത്തു. അപ്പോൾ ഈ ആദ്യത്തെ മിഠായിലെ നമ്പർ 7 ആണ്. പിന്നീട് വരുന്ന ഓരോ മിഠായികളുടെയും നമ്പേഴ്സ് സം ചെയ്ത് നോക്കി. 8 കിട്ടണ്ടോ എന്ന് നോക്കി. അപ്പോൾ 8 കിട്ടുകയാണെങ്കിൽ കുട്ടിക്ക് പരിപാടി അവിടെ നിർത്തി മിഠായി എടുത്ത് വീട്ടിൽ പോവാം. അപ്പോൾ ആദ്യത്തെ മിഠായിയുടെ നമ്പറായ 7 എടുത്തു. പിന്നീട് വരുന്ന ഓരോ മിഠായികൾ 3, 4, 9, 2, 6 ഇവയൊക്കെ ആയിട്ട് സം ചെയ്ത് നോക്കി. പക്ഷേ ഇതിലൊന്നും സം ചെയ്യുമ്പോൾ 8 വരുന്നില്ല. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് മിഠായി അല്ല ഈ കുട്ടിക്ക് വേണ്ടത്. കുട്ടി അടുത്ത മിഠായി എടുത്തു 3. പിന്നീട് വരുന്ന 4, 9, 6, 2 ഓരോ മിഠായികളും സം ചെയ്ത് നോക്കി. അപ്പോഴും സം 8 അല്ല വരുന്നത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഈ കോമ്പിനേഷൻ മിഠായികളല്ല എടുക്കാൻ പറ്റുമെന്ന്. അടുത്ത നമ്പർ നോക്കി 4. പിന്നീട് വരുന്ന 3 മിഠായികളുടെ നമ്പേഴ്സ് 9, 2, 6 ഇതും സം ചെയ്ത് നോക്കി. അപ്പോഴും കുട്ടിക്ക് ടാർഗറ്റായി 8 കിട്ടണില്ല. പിന്നെ കുട്ടി 9 എടുത്തു. പിന്നെ 2ഉം 6 ആണ് പിന്നെ വരുന്ന മിഠായികളുടെ നമ്പർ. അപ്പം 9 + 2 9 + 6 ചെയ്യുമ്പോഴും കുട്ടിക്ക് ടാർഗറ്റ് 8 കിട്ടണില്ല. ഈ മിഠായി എടുത്തു. ഈ മിഠായിയുടെ നമ്പർ 2 ആണ്. പിന്നെ വരുന്ന മിഠായിയുടെ നമ്പർ 6 ആണ്. അപ്പോൾ 2 + 6 ചെയ്തപ്പോൾ കുട്ടിക്ക് 8 കിട്ടി. അപ്പോൾ ഇതാണ് കുട്ടിക്ക് വേണ്ട കോമ്പിനേഷൻ ഓഫ് മിഠായികൾ. കാരണം ആ രണ്ട് മിഠായിയുടെ നമ്പേഴ്സ് സം ചെയ്തപ്പോൾ കുട്ടിക്ക് ടാർഗറ്റായ 8 കിട്ടി. ഇത് ആദ്യത്തെ കുട്ടി ചെയ്ത മെത്തേഡാണ്. കുറച്ച് സമയം എടുത്തു, കാരണം ഓരോന്നും സം ചെയ്ത് കണ്ടുപിടിക്കണമായിരുന്നു. രണ്ടാമത് ക്ലാസ്സിലെ കുട്ടി ഇത്തിരി കൂടി ഇൻ്റലിജൻറ്റ് മൂവാണ് നടത്തിയത്. അവൾ വേഗം ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ 2 കോളം വെച്ചു. എന്നിട്ട് മിഠായിയുടെ നമ്പർ എഴുതി. മിഠായി എത്രാമത്തെ പൊസിഷനിലാണ് എഴുതി. അപ്പോൾ ആദ്യത്തെ മിഠായി 7 ആണ്. ആദ്യത്തെ മിഠായിയുടെ നമ്പർ കുട്ടിക്ക് അറിയാം. കുട്ടിക്ക് വേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ കുട്ടി 8ൽ നിന്ന് 7 കുറച്ചു. അപ്പോൾ 1 എന്ന് പറയുന്ന മിഠായി ഇതിലുണ്ടോ നോക്കി. അപ്പോൾ ഇവിടെ ഇല്ല. നിലവിൽ കുട്ടിയുടെ ആകെ ഉള്ളത് 7 എന്ന് പറഞ്ഞ മിഠായി മാത്രമാണ്. അപ്പോൾ ഒന്നില്ലാത്തതുകൊണ്ട് കൊച്ച് 7 എന്ന് പറയുന്ന മിഠായിയുടെ നമ്പർ എഴുതി. അതിൻ്റെ ഇൻഡെക്സ് 0 എഴുതി. ഇനി ആ കുട്ടി അടുത്ത മിഠായി എടുത്തു. ആ മിഠായിയുടെ നമ്പർ 3 ആണ്. അപ്പോൾ 8 - 3 നോക്കി. 5 ആണ്. 5 ഈ നോട്ട്ബുക്കിലെ ഈ കോളത്തിലുണ്ടോ നോക്കി. ഇല്ല. അപ്പോൾ വേഗം കുട്ടി 3 ആ ക്യാൻഡിയുടെ നമ്പർ എഴുതി. അതിൻ്റെ ഇൻഡെക്സ് 1 എഴുതി. അതുപോലെ അടുത്ത മിഠായി എടുത്തു 4. 8 - 4 4 ആണ്. മുമ്പ് 4 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടോ നോക്കി. ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്പർ എഴുതി. അതിൻ്റെ ഇൻഡെക്സ് എഴുതി. ഇനി അടുത്ത മിഠായി എടുത്തു 9. 8 - 9 -1 അങ്ങനെ ഒരു നമ്പർ കൂടി ഇല്ല. അപ്പോൾ അടുത്ത മിഠായിയുടെ നമ്പർ എഴുതി. അതിൻ്റെ ഇൻഡെക്സ് എഴുതി. ഇനി അടുത്ത മിഠായി എടുത്തു. ആ മിഠായി നമ്പർ 2 ആണ്. അപ്പോൾ 8 - 2 6. 6 എന്ന് പറയുന്ന നമ്പർ ഈ കോളത്തിലില്ല. അപ്പോൾ 2 എന്ന് പറയുന്ന മിഠായിയുടെ നമ്പർ എഴുതി. അതിൻ്റെ ഇൻഡെക്സ് എഴുതി. ഇനി ലാസ്റ്റ് മിഠായിയുടെ നമ്പർ 6 ആണ്. 8 - 6 2. അപ്പോൾ കുട്ടി ഈ കോളത്തിൽ നോക്കിയപ്പോൾ യെസ്, കുട്ടിയുടെ കയ്യിൽ 2 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മിഠായികളാണ് ആ കുട്ടിക്ക് വേണ്ട മിഠായി എന്ന് കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് ഹാഷ് മാപ്പ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യും. ഇതുപോലെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് പോലെ ഓരോന്നും എടുത്ത് സമയത്ത് നോക്കി പോകണ്ട. ഒറ്റ പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്താൽ മതി. ടാർഗറ്റിൽ നിന്ന് ഡിഫറൻസ് കണ്ടുപിടിക്കുക. സബ്ട്രാക്ട് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് നമ്മുടെ കോളത്തിൽ അല്ലെങ്കിൽ ഹാഷ് മാപ്പിൽ ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഹാഷ് മാപ്പ് വെച്ച് ചെയ്യുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്തിട്ട് ഹാഷ് മാപ്പിലേക്ക് വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് 1 ആണ്. ലീനിയർ ടൈം കോംപ്ലക്സിറ്റിയാണ്. അതുപോലെ നമുക്ക് വേണ്ട നമ്പർ ഇപ്പോൾ ആദ്യത്തെ മിഠായി 8 - 7 1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. 1 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ കോളത്തിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഹാഷ് മാപ്പിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം.
അങ്ങനെ ചെക്ക് ചെയ്യണതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി OF1 തന്നെയാണ്. അതുകൊണ്ട് ഹാഷ് മാപ്പ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് OF(n) ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കൊച്ചിന് നോട്ട്ബുക്കിൽ കോളം വരച്ച് ഇത് എഴുതണല്ലോ, അപ്പോൾ സ്പേസ് ഓക്യുപ്പൈ ആവും. അപ്പോൾ എത്ര മാക്സിമം എന്ന് പറയുന്നത് ഇതിൽ എത്ര മിഠായികളുണ്ട് അത്രയും ലെങ്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ OF(n) ആണ് സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത്. ഇനി ഈ മെത്തേഡിൽ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ വരുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം കുറേ പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യണം, അതും ഓരോ നമ്പറും പിന്നീട് വരുന്ന ഓരോ നമ്പറായിട്ടും ചെക്കും ചെയ്യണം, സം ചെയ്യണം. അപ്പോൾ ഓരോ നമ്പർ എടുത്ത് നോക്കണം. അതുപോലെ അത്രയും വട്ടം തന്നെ n ടൈംസ് തന്നെ നമുക്ക് ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് OF(n²) ആണ് ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വഴി ചെയ്യുമ്പോൾ. ഇനി പൈത്തൺ വെച്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലോജിക്ക് മനസ്സിലായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഇനി ഹാഷ് മാപ്പ് മെത്തേഡ് വെച്ച് എങ്ങനെ പൈത്തണിൽ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ആദ്യം തന്നെ നമ്മൾ ഒരു ഹാഷ് മാപ്പ് ഇനീഷ്യേറ്റ് ചെയ്യാണ്. നമുക്ക് ഓരോ നമ്പേഴ്സും അതുപോലെ അതിൻ്റെ ഇൻഡെക്സും സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളൊരു ഹാഷ് മാപ്പ് ഇനീഷ്യേറ്റ് ചെയ്യാണ്. സി നമ്പേഴ്സ് എന്നാണ് ഞാൻ ആ ഹാഷ് മാപ്പിന് നെയിം ഇട്ടേക്കണം. ഇതൊരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും. കീ എന്ന് പറയുന്നത് നമ്മുടെ നമ്പറും അതുപോലെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സും ആയിരിക്കും. അടുത്തത് നമ്മൾ ഇൻപുട്ട് അറേ കൂടെ ഇറ്ററേറ്റ് ചെയ്യാണ്. നമ്മളുടെ നമ്പറും കറണ്ട് ഇൻഡെക്സും ആണ് കറണ്ട് നമ്പറിനും കറണ്ട് ഇൻഡെക്സ് എന്നാണ് നമ്മളിപ്പോൾ എടുത്തേക്കണ നമ്പറിന് അതുപോലെ അതിൻ്റെ ഇൻഡെക്സിനെ നെയിം ചെയ്തേക്കണം. നമ്മൾ ഇൻപുട്ട് അറേയായ നംസി കൂടെ നമ്മുടെ കറണ്ട് നമ്പറും കറണ്ട് ഇൻഡെക്സും ഇറ്ററേറ്റ് ചെയ്താണ്. അതിനുവേണ്ടി ഒരു ഫോർ ലൂപ്പ് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണ്, ടാർഗറ്റ് മൈനസ് കറണ്ട് നമ്പർ. അപ്പോൾ അതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ. ഇനി നമ്മുടെ ഈ ഡിഫറൻസ്, ഈ റിക്വയർഡ് നമ്പർ ഓൾറെഡി ഹാഷ് മാപ്പിലുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് നമ്പറിൻ്റെയും റിക്വയർഡ് നമ്പറിൻ്റെയും ഇൻഡെക്സുകൾ ഔട്ട്പുട്ട് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു ഈഫ് ലൂപ്പ് എഴുതാം. ഇനിയിപ്പോൾ നമ്മുടെ ഡിഫറൻസ് നമ്മുടെ ഹാഷ് മാപ്പിലില്ലെങ്കിൽ നമ്മൾ കറണ്ട് ഇൻഡെക്സ്, അതായത് കറണ്ട് നമ്പറിൻ്റെ ഇൻഡെക്സ് ഹാഷ് മാപ്പിലേക്ക് നമ്മൾ അപ്പെൻഡ് ചെയ്യണം.
നമുക്ക് കറണ്ട് നമ്പറും അതിൻ്റെ ഇൻഡെക്സും ഹാഷ് മാപ്പിലേക്ക് ആഡ് ചെയ്യണം. കറണ്ട് നമ്പറിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് കറണ്ട് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും, നമുക്ക് വേണ്ട കോമ്പിനേഷൻ കിട്ടുന്ന വരെ. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) സ്പേസ് കോംപ്ലക്സിറ്റിയും O(n) ആണ്. ഹാഷ് മാപ്പ് വെച്ച് ഈ 2sum എന്ന് പറയുന്ന ലീഡ് കോഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷനും ലീഡ് കോഡ് ക്വസ്റ്റ്യൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.